ഹോർമൂസ് കടലിടുക്കിൻ്റെ തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെയും ഇറാൻ്റെയും അമേരിക്കയുടെയും നിലപാടുകൾ കാരണവും ഇന്ത്യക്ക് വലിയ എണ്ണ ദാരിദ്ര്യം വന്നിരുന്നു. എണ്ണ ദാരിദ്ര്യം വന്നപ്പോൾ അത് ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞിരിക്കാതെ പകരമുള്ള ബദൽ മാർഗങ്ങൾ ഇന്ത്യ അന്വേഷിക്കുകയായിരുന്നു. അതിൽ സമ്പൂർണമായി സക്സസ് ആയോ എന്ന് പറഞ്ഞാൽ ആകുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ വിജയ പാതയിലാണ്. അപ്പോൾ തന്നെ ഒരുപാട് ചാനലുകളും പത്രങ്ങളുമൊക്കെ ഇതിൻ്റെ ആശങ്കകളുമായി പുറത്ത് വന്നിട്ടുമുണ്ട്. ആശങ്കകൾ നല്ലതാണ്. കാര്യം ശാസ്ത്ര ഗവേഷണ മേഖലയിൽ കൺസേണുകളും കൺസ്ട്രെയിനുകളും പറയേണ്ടി വരും. അത് പറഞ്ഞാൽ മാത്രമേ പുതിയത് വരികയുമുള്ളൂ. കരിമ്പിൽ നിന്നും ചോളത്തിൽ നിന്നാണ് എത്തനോൾ നിർമ്മിക്കുന്നത്. ഇത് പുതുക്കി ഉപയോഗിക്കാവുന്ന ഒരു ഇന്ധനമാണ്. വിദേശ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയും. അങ്ങനെയുള്ള നല്ല ഗുണങ്ങളുണ്ട് എത്തനോളിന്. ശുദ്ധ എത്തനോൾ എല്ലാ പെട്രോൾ വാഹനങ്ങളിലും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. എത്തനോളിൻ്റെ ഊർജ്ജ സാന്ദ്രത പെട്രോളിനേക്കാൾ കുറവായതിനാൽ ഒരേ അളവിൽ ഇന്ധനക്ഷമത മൈലേജ് കുറഞ്ഞു പോകാം. പെട്രോളിൻ്റെ അത്രയും മൈലേജ് ഇതിന് കിട്ടണം എന്നില്ല. ഉയർന്ന എത്തനോൾ മിശ്രിതങ്ങൾക്ക് അനുയോജ്യമായ എഞ്ചിനും ഇന്ധന സംവിധാനവും ആവശ്യമാണ് എന്നുള്ളതും വളരെ പ്രധാനമാണ്. 10% എത്തനോൾ ഉപയോഗിക്കുകയും 90% പെട്രോളും മിക്ക വാഹനങ്ങളും ഉപയോഗിച്ച് പോകുന്നുണ്ട്. 20% എത്തനോളും 80% പെട്രോളും എന്ന കൺസെപ്റ്റിലേക്ക് പുതിയ വാഹനങ്ങൾ വരുത്തുന്നു. 85% എത്തനോളും 15% പെട്രോളും എന്നുള്ള ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. പെട്രോളിന് പകരമായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. പെട്രോളുമായി കലർത്തിയാണ് എത്തനോൾ ഉപയോഗിക്കുന്നത്. ഇത് വളരെ രസകര ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു വസ്തുവാണ്. ഇത് വളരെ സേഫ്റ്റിയോടുകൂടി സൂക്ഷിക്കണം. സ്മാൾ എമൗണ്ട് പോലെ എത്തനോൾ പോലും ഡിപ്രസൻറ്റ് ഓൺ ദി സെൻട്രൽ നെർവസ് സിസ്റ്റം കാസിങ് റിലാക്സേഷൻ ഓഫ് ഇമ്പയർഡ് ജഡ്ജ്മെൻറ്റ്. അതായത് ഇതൊരു അപകടം പിടിച്ചൊരു വാതകം കൂടെയാണ്, ഒരു രാസവസ്തുവും കൂടെയാണ്. പക്ഷേ എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നു. ആൽക്കഹോളിക് ബിവറേജ് ബിയറിലും വൈനിലും സ്പിരിറ്റിലുമൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ബയോ ഫ്യൂവൽ ആയിട്ടും ബ്ലെൻഡഡ് വിത്ത് ഗ്യാസ് ഓൺലൈനിൽ ഇത് ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ എത്തനോൾ പല രൂപത്തിൽ പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. മെഡിസിനായിട്ട് കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. എത്തനോൾ യൂസ്ഡ് ഇൻ ഹാൻഡ് സാനിറ്റൈസർ ആസ് എ ഡിസ്ഇൻഫെക്ഷൻ. അതായത് ഈ ജീവജാലങ്ങളെ ഈ കീടങ്ങളെയൊക്കെ കൊല്ലുന്നതിനുള്ള ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നതിനുള്ള അതിനാവശ്യമായ സാനിറ്റൈസറിലുമൊക്കെ എത്തനോൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ലബോറട്ടറികൾ സോൾവെൻ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. റീജിയൻ്റ് ആയിട്ട് ഇത് ഫില്ലറായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പെർഫ്യൂമുകളിൽ ഇത് എത്തനോൾ വരുന്നുണ്ട്. കോസ്മെറ്റിക്കുകളിൽ വരുന്നുണ്ട്. പെയിൻറ്റിൽ വരുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കലിൽ വരുന്നുണ്ട്. അപ്പോൾ എത്തനോൾ ചെറിയ വില്ലനല്ല. ഇതിലെല്ലാം വരുന്ന വളരെ വലിയ ഒരു കാര്യമാണ്. ഇത് ഫെർമെൻറ്റേഷൻ നടത്താൻ ഷുഗർസ് ഫ്രം ക്രോപ്സ് സച്ച് ആസ് ഷുഗർ കെയിൻ എന്ന് പറഞ്ഞ കരിമ്പ്, ചോളം, അതുപോലെ മറ്റ് ധാന്യങ്ങളിൽ നിന്ന് എത്തനോളായിട്ട് ഇത് ഈസ്റ്റിൻ്റെ സഹായത്താൽ ഇത് എത്തനോളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എത്തനോൾ ഒരു വളരെ ഇൻഡസ്ട്രിയൽ ഉപയോഗത്തിനും എത്തനോൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C2H2OH, മോളാർ മാസ് എന്ന് പറയുന്നത് 46.07 ഗ്രാം മോളിക്യൂളാണ്. അപ്പിയറൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആണ്, കളർലെസ് ആണ്, ലിക്വിഡ് ആയിട്ടുള്ള സാധനമാണ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 78.37 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 114.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൻ്റെ ഡെൻസിറ്റി എബൌട്ട് 0.789 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ്. അതായത് 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പറയുന്ന ഒരു സാധനമാണ് ഇത്. ഇതൊരു കളർലെസ് ആയിട്ടുള്ള പിന്നെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് ഈ എത്തനോൾ എന്ന് പറയുന്നത്. ഇത് പെട്രോളിൻ്റെ പെട്രോളിന് പകരമല്ല, പെട്രോളിനൊപ്പം ഉപയോഗിക്കുമ്പോൾ അത് ചീപ്പ് റേറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെച്ചം. പക്ഷേ വാഹനങ്ങളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ പല ആശങ്കകളും വരുന്നുണ്ട്. എന്തായാലും പരീക്ഷണങ്ങൾ നടക്കട്ടെ. പുതിയ അതുപോലെ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ മാത്രം വേർതിരിച്ചെടുത്തുകൊണ്ടുള്ള വാഹനങ്ങളുടെ കാലം വരുന്നു. അതുപോലെ തന്നെ ചെടികളിൽ നിന്നുള്ള പെട്രോൾ രാമർ പെട്രോൾ പോലുള്ള ചെടികളിൽ നിന്നുള്ള പെട്രോൾ എടുത്തുള്ള കാലം വരുന്നു. അങ്ങനെ ജൈവ ഇന്ധനത്തിൻ്റെ കാലം കൂടിയാണ് മുന്നിലുള്ളത്. കൽക്കരി ഇന്ധനം അല്ലെങ്കിൽ കൽക്കരിയിൽ നിന്നുള്ള പെട്രോൾ ഇന്ധനത്തിന് പകരമായി ഇത്തരം ഇന്ധനത്തിൻ്റെ പുതിയ ഇഞ്ച വരുന്നുണ്ട്. ഇത് പരീക്ഷണങ്ങൾ നടക്കട്ടെ. അങ്ങനെ ബദൽ ഇന്ധനങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താം.